ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ വീണ്ടും എതിർത്ത് പ്രോസിക്യൂഷൻ. ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ എൻഐഎ കോടതി നാളെ വിധി പറയും. എന്നാൽ പ്രോസിക്യൂഷന്റെ എതിർപ്പ് സാങ്കേതിക നടപടിയെന്ന് ബിജെപി ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പറഞ്ഞു. അതിനിടെ കന്യാസ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ റായ്പൂരിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ കേസിന്റെ വിവരങ്ങൾ ഹാജരാക്കിയതിന് പിന്നാലെ 12 മിനിറ്റാണ് എൻഐഎ ബിലാസ്പൂർ കോടതിയിൽ വാദം നടന്നത്. ബജ്രംഗദൾ അഭിഭാഷകർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടന്നുവെന്ന വാദം ഉന്നയിച്ചു. ബജ്രംഗദൾ ആരോപണത്തിനെതിരായ തെളിവുകൾ കന്യാസ്ത്രീകളുടെ അഭിഭാഷകർ കോടതിയിൽ ഹാജരാക്കി. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്, അതിനാൽ ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പിന്നാലെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ നാളത്തേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ എതിർപ്പ് സാങ്കേതികമായ നടപടി മാത്രമാണെന്നും നാളെ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ബിജെപി നേതാക്കൾ പ്രതികരിച്ചു. നമ്മുടെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള ആർഗ്യുമെന്റ്സിനെ ഒന്നും പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. പിന്നെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ആ പ്രൊസീജിയർ മാത്രം. പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർത്തതോടെ അമിത്ഷാ നൽകിയ വാക്ക് പാഴായെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പ്രോസിക്യൂഷൻ എതിർക്കില്ല, ഒരു കാരണവശാലും സംസ്ഥാനം ജാമ്യത്തെ ഒബ്ജക്റ്റ് ചെയ്യില്ല എന്നാണ് ഞങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അതായത് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വിലയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ UDF എംപിമാർ ജയിലിലെത്തി കന്യാസ്ത്രീകളെ സന്ദർശിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ റായ്പൂരിൽ കോൺഗ്രസ് PCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. അതിനിടെ ഡൽഹിയിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇനി എല്ലാ കണ്ണുകളും ബിലാസ്പൂരിലെ NIA കോടതിയിലേക്കാണ്. 8 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാകുമോ, അതോ പ്രോസിക്യൂഷന്റെ എതിർപ്പ് NIA കോടതി ശരിവെക്കുമോ? കാത്തിരുന്ന് കാണാം. ദുർഗിൽ നിന്നും ബിബിൻ ജെയിംസിനൊപ്പം അരവിന്ദ് PR, മീഡിയ 1. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ഇന്നിപ്പോ പ്രോസിക്യൂഷൻ എതിർത്തു എന്നാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഏത് തരത്തിലായിരിക്കും പ്രതികരണങ്ങൾ വരിക. അമിത്ഷാ നേരത്തെ നൽകിയ ഉറപ്പുണ്ട്, അത് പാഴ്വാക്കായിരുന്നു എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ എന്നൊക്കെ അറിയണമെങ്കിൽ നാളെ ആകണം. നാളെ എപ്പോഴാണ് കോടതി കേസ് പരിഗണിക്കുക? ഇന്നിപ്പോൾ പ്രോസിക്യൂട്ടറും ഒപ്പം തന്നെ കന്യാസ്ത്രീകളുടെ വക്കീലും വലിയ പ്രതീക്ഷയാണ് ജാമ്യം ലഭിക്കുമെന്ന കാര്യത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. എന്താണ് ഇന്ന് സംഭവിച്ചത്? തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കന്യാസ്ത്രീയുടെ കുടുംബവും അതുപോലെ തന്നെ സഭാ നേതൃത്വവും ഇവിടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ അടക്കം പങ്കുവയ്ക്കുന്നത്. കാരണം ഇന്ന് 11 മണിയോട് കൂടിയായിരുന്നു NIA കോടതിയിൽ ഈ ജാമ്യാപേക്ഷ നൽകുകയും പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ NIA കോടതി തേടുകയായിരുന്നു. 4 മണിയോടുകൂടി കേസിൽ വാദം ആരംഭിച്ചപ്പോൾ ബജ്രംഗദൾ അഭിഭാഷകൻ കൃത്യമായി ഇതിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള എതിർപ്പ് ഉണ്ടായി. അതായത് കേസ് പ്രാരംഭഘട്ടത്തിലാണെന്നും ഇത്തരത്തിൽ ഇപ്പോൾ ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം കൃത്യമായ ഉറപ്പ് UDF എംപിമാർ നൽകിയിരുന്നു. ഇത്തരത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടാകില്ല എന്നതായിരുന്നു ഒരു ഉറപ്പ് നൽകിയത്. പക്ഷേ ഈ എതിർപ്പ് സാങ്കേതിക നടപടി മാത്രമെന്നതാണ് BJP നേതാക്കളുടെ ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വാദം ശരിയാണോ എന്നറിയാൻ നാളെ വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. നാളെ 11 മണിയോടുകൂടി ആ കോടതി ചേരും. ആ സമയത്ത് തന്നെ ഈ ജാമ്യാപേക്ഷയിൽ ഒരു വിധി ഉണ്ടാകാനൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ 8 ദിവസമായി ഈ കന്യാസ്ത്രീകൾ ആ ജയിലിൽ തുടരുകയാണ്, വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്നു. എന്തായാലും നാളെ 11 മണിക്ക് ഇതിലൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനുകൂല വിധി ഉണ്ടാകുമെങ്കിൽ 9ാം നാൾ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കന്യാസ്ത്രീകളെ ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത്. അവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ, കാരണം നേരത്തെ വന്ന കോടതികളിലടക്കം ഇത് തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞ് പരിഗണിക്കാതെ വിടുകയായിരുന്നു. എന്തായാലും പിന്നീട് വലിയ രീതിയിലുള്ള നിയമോപദേശം അടക്കം തേടിയതിനു ശേഷമാണ് NIA കോടതിയിൽ ഇപ്പോൾ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ഒരു ജാമ്യാപേക്ഷയിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. അങ്ങനെ അനുകൂലമായ ഒരു വിധി ഉണ്ടാവുകയാണെങ്കിൽ കന്യാസ്ത്രീകൾ നാളെ ജയിൽ മോചിതരാകും. പ്രതികൂലമാണ് വിധിയെങ്കിൽ ഹൈക്കോടതിയെയും അതുപോലെ തന്നെ മറ്റു കോടതികളെ അടക്കം സമീപിക്കുവാൻ തന്നെയാണ് കന്യാസ്ത്രീകളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ സഭാ നേതൃത്വം അടക്കം തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ ഉയർന്നിരുന്നു. കാരണം കൃത്യമായി അവരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് BJPയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നുവെന്ന വിമർശനമാണ് ഉയർന്നത്. എന്തായാലും ഇനി എല്ലാ കണ്ണുകളും ബിലാസ്പൂരിലെ NIA കോടതിയിലേക്കാണ്. നാളെ 11 മണിക്കാകും കോടതി വിധി പറയുക. ധന്യ. ശരി അരവിന്ദ്.